ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട A to Z കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിൽ മികച്ച സേവനങ്ങൾ തരുന്ന ഒരു കമ്പനിയെ കുറിച്ച് പരിചയപ്പെടാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കൂടാതെ യൂറോപ്പ്, അബുദാബി, ബഹ്റൈൻ, ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിങ്ങനെ എല്ലാവിടെയും ബ്രാഞ്ചുകളുള്ള സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു സ്ഥിര സാന്നിധ്യമാണ്. 2016 സ്ഥാപിതമായ സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ടൂർ പാക്കേജിംഗ്, ടിക്കറ്റിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, വിസ, ഫോറസ്റ്റ് എന്നീ സേവനങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് യാത്രികരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. 93+ കൺട്രീസും 7 കോണ്ടിനെന്റ്സും പിന്നിട്ട് യാത്രി അതിൻ്റെ എല്ലാ പാഷനോടും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ച കേരളത്തിലെ ഏക ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയായിട്ടുള്ള സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഡയറക്ടർ ഐസക് ഫ്രാൻസിസ് പടവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വെൽക്കം സർ. നമുക്ക് തുടങ്ങാം അല്ലേ? സർ, 2025 എന്ന ഇയർ സാന്റാ മോണിക്കയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? സാന്റാ മോണിക്കയ്ക്ക് ഒരു സൂപ്പർ ഇയർ ആയിരുന്നു. സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിത്തന്ന ഒരു വർഷമാണ് ഈ 2025. ഒറ്റൊരു ദിവസം 1760. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കേട്ടോ. കാരണം നമുക്കൊരു ഡേ വെച്ച് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. രാവിലെ 4 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 4 മണി വരെ ഉള്ള ആ ഒരു 24 hours സ്പാനിൽ നമ്മൾ 1760 പേരെ നമ്മൾ ടൂറിനായിട്ട് കൊണ്ടുപോയി. അത് കസ്റ്റമൈസ് ട്രിപ്പായിട്ടും അതുപോലെ ഗ്രൂപ്പ് ടൂറുകളായിട്ടും. പിന്നെ ഞങ്ങൾക്കൊരു മൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതായത് ഇൻസെൻറ്റീവ്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുടെ ഒരു വലിയ മാസീവ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. എൻ്റെ ഫുൾ ടീം അതിന് വേണ്ടിയിട്ട് ഒരു കുറേ ദിവസങ്ങളോളം ഉറക്കം വെച്ചത് ചെയ്തത്. ഞങ്ങളതൊരു മെഗാ പരിപാടിയായിട്ട് CIL കൺവെൻഷൻ ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ വർഷത്തെ നമ്മുടെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത്. അത് ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അത് എല്ലാ ഏജൻസികൾക്കും മാതൃകയാകട്ടെ, എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ടൂർ വളരും, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. 2025 അപേക്ഷിച്ച് ഈ ഒരു വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സാന്റാ മോണിക്ക കൊണ്ടുവന്നിട്ടുള്ളത്? എല്ലാ വർഷവും പുതുമകൾ വേണം. യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ, കാരണം കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു ടൂർ പാക്കേജ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ വർഷവും 2ഉം 3ഉം ടൂറുകൾ പോകുന്നവരാണ്, ഇന്ത്യക്കകത്തായാലും വിദേശത്തായാലും. അപ്പോൾ പുതുമകൾ നിറഞ്ഞ പാക്കേജ് ഇല്ലെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട് സെലക്ഷൻസ് ഉണ്ടാകില്ല. കസ്റ്റമൈസ് പാക്കേജ് ആണെങ്കിൽ കൂടി ആളുകളുടെ ഇഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2026 ഒരുപാട് പുതിയ പാക്കേജുകളും അതുപോലെ തന്നെ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന പുതിയ ഡെസ്റ്റിനേഷനുകളും എല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ് 2026 ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. സാറിന് അറിയായിരിക്കും ഈ ഒരു കാലത്ത് ട്രെൻഡ്സിനനുസരിച്ച് യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചീസ് കേക്ക് കഴിക്കാനായിട്ട് ടർക്കിയിലേക്ക് പോകുന്നവര്. പിന്നെ വൈറൽ ചോക്ലേറ്റ് ദുബായ് കുനാഫ, പിസ്താഷ്യോ കുനാഫ എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് ദുബായിലേക്ക് പോകുന്നവര്. പിന്നെ പാസ്ത കഴിക്കാൻ വേണ്ടി മാത്രം റോമിലേക്ക് വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലുള്ള വൈറൽ ആൻഡ് ട്രെൻഡിങ് ടൂറിസത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് വളരെ കറക്റ്റ് ആയിട്ടോ. കാരണം ദുബായ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ പോയി കഴിഞ്ഞാൽ എല്ലാവരും കുനാഫ ചോക്ലേറ്റ് അന്വേഷിച്ച് നടക്കുക. അത് ദുബായ് സ്ട്രീറ്റുകളിലായാലും എല്ലാം പോകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ബ്രസൽസിൽ പോണ സമയത്ത് അവിടെ ഭയങ്കര ഫേമസ് ആണ് ബെൽജിയം ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് സ്ഥലമുണ്ട്. ആ മാർക്കറ്റ് പ്ലേസിൽ ചെന്നിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇരുവശങ്ങളും വെയ്ഫൽസിൻ്റെ ഷോപ്സാണ്. അപ്പോൾ ആളുകൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതുകൂടാതെ തന്നെ ഇപ്പം ഈ പോർട്ട് വൈൻ ഉണ്ട്, അത് പോർച്ചുഗലിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്പെയിൻ, പോർച്ചുഗൽ, ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ പാക്കേജ് വന്നപ്പോൾ പോർട്ട് വൈൻ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. അത് സെപ്പറേറ്റ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഐസ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫെർമെൻറ്റഡ് ഷാർക്ക് എന്ന് പറയും. അതൊരു രസമാണ്. ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ വരണേ. നേരത്തെ പോലെയല്ല, ഇപ്പം എല്ലാവരും അത് ഗൂഗിളിൽ കയറിയിട്ടും സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ എന്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഇതുപോലെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ട്രാവലിംഗ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, അവിടെ ആ രാജ്യത്ത് പോകുമ്പോൾ അവർക്ക് കുറേ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാണണം. ഇപ്പോൾ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾക്കാർ ചോദിക്കും സ്നേക്കിൻ്റെ സ്ട്രീറ്റ് കാണണം. അപ്പോൾ നമ്മൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് അത്രയും പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും ഞങ്ങൾ ഈവനിങ്ങിൽ ടൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്നെ വാക്കിംഗ് ടൂറിന് കൊണ്ടുപോകും. അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. കഴിക്കണോ വേണ്ടതുള്ള അവരുടെ മാത്രമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ അങ്ങനെ ഒരു സെലക്ഷനായിട്ട് തന്നെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിന് ട്രാവലിംഗ് ആ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ചലഞ്ചിങ്ങും ത്രില്ലിംഗ് ആയിട്ടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ അന്റാർട്ടിക്കയിലേക്ക് ടൂർ കൊണ്ടുപോയപ്പോഴായിരുന്നു. അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് അതിനകത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പെറു എന്ന സ്ഥലത്തേക്ക് പോകും. ലാറ്റിൻ അമേരിക്കയിലെ വെസ്റ്റ് കോസ്റ്റ് ആണ്.
പെറുവിൽ ചെന്നിട്ട് അവിടെ 11,000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയുടെ പേരാണ് കുസ്കോ. അതെ അതെ. അവിടെ ചെല്ലുമ്പം നമുക്കിപ്പം ലേ ലഡാക്കിൽ പോകുന്ന പോലെ തന്നെ അക്ലിമറ്റേഷൻ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് എയർപോർട്ട് നിൽക്കുന്നത് 11,000 അടി മുകളിലാണ്. അപ്പം നമ്മുടെ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത്രയും അടി മുകളിലായതുകൊണ്ട് തന്നെ അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ സംഭവിക്കും. അപ്പം നമ്മൾ ആദ്യമേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമല്ലോ. ശരിക്കും ഇതൊരു പ്രശ്നമൊന്നുമല്ല, പക്ഷെ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കണം. കാരണം അവിടെ ചെല്ലുമ്പോൾ പതുക്കെ നടക്കാൻ പാടുള്ളൂ, ഒരു ഹെവി ലഞ്ച് എടുക്കരുത്. ഇപ്പം ആരെങ്കിലും ആൽക്കഹോൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും എക്സസൈസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ആ ട്രിപ്പ് പോയ സമയത്ത് ക്ലയൻസിന് വെച്ച് ചലഞ്ചിങ് ആയിരുന്നു. പിന്നീട് അതൊക്കെ ഒരു വിത്തിൻ 1 hour അതൊക്കെ മാറും. പിന്നെ അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡ്രേക്ക് പാസേജ് വഴിയിട്ടാണ് അത് പാസ് ചെയ്യുന്നത്. അതായത് അന്റാർട്ടിക് ഓഷ്യനും പസഫിക് ഓഷ്യനും കൂടി ചേരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് ബമ്പി ആയിരിക്കും. ഷിപ്പ് റോൾ ചെയ്യും. റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം 1.5 ദിവസത്തോളം ആ ഷിപ്പിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു തൊട്ടിലൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ഒരു ദിവസം കുറച്ച് സ്കെയറി ആണെങ്കിലും നമുക്കറിയാം ഷിപ്പ് വലുതാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നറിയാം. അതൊരു അന്ന് 2016 ഞാൻ ഫസ്റ്റ് കേരളത്തിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ അന്ന് ഫേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. സർ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഫോറിൻ ട്രിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ ഇത് ചൂസ് ചെയ്യുക? ഇന്ത്യ ആസ് എ കൺട്രി നമ്മളതിനെ ശരിക്കും വിനിയോഗിച്ചിട്ടില്ല. ടൂറിസത്തിൻ്റെ ബെസ്റ്റ് പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ കേരളം മാത്രം എടുത്തു നോക്കുക. നമുക്ക് കോസ്റ്റൽ ഏരിയ ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, മൗണ്ടൻ ഉണ്ട്, എല്ലാം കൂടി ചേരുന്നതാണ് നമ്മളുടെ കേരളം മാത്രം. അതുപോലെ ഇന്ത്യ അതുപോലെ കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാശ്മീർ എന്ന് പറയും. കാശ്മീർ മാത്രമൊന്നുമില്ല, രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ മനോഹാരിതമാണ്. പിന്നെ അതുപോലെ തന്നെ മൗണ്ടൻ റീജിയൻ നമുക്ക് എന്തോരം ഉണ്ട്. അതുപോലെ വളരെ മനോഹരമാണ്. ഇപ്പം സിക്കിം മേഖലയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുളു മണാലി, അപ്പം അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ഇന്ത്യൻ പാക്കേജുകൾ ഹൈദരാബാദൊക്കെ നമുക്ക് ഒരു 8 months നമുക്ക് ഡിപ്പാച്ചേഴ്സ് ഉണ്ട് ഹൈദരാബാദ് കാണാനായിട്ട്. ഇപ്പം റാമോജി ഫിലിം സിറ്റി കാണാനായിട്ടും ഹൈദരാബാദ് സിറ്റി കാണാനായിട്ടും അങ്ങനെ ഇന്ത്യയിലേക്കും ഇഷ്ടംപോലെ ജനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമുക്ക് വിസ കിട്ടാനായിട്ട് പാടാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ആളുകളുടെയും ഒരു ഭയപ്പാടാണ്. അവർക്ക് ഇപ്പോൾ ഒരു UK അല്ലെങ്കിൽ യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, US ഒക്കെ പോകുമ്പോൾ വിസ ഒരിക്കലും കിട്ടില്ല. അങ്ങനെയല്ല, വിസ കിട്ടില്ല എന്നുള്ളതല്ല. നമുക്കൊരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായാൽ മതി. നമുക്കൊരു ഇൻകം ടാക്സ് പേ ചെയ്യുകയാണെങ്കിലും അവർക്ക് നമ്മളുടെ ജോബ് പ്രൂഫ് കാണിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മളിവിടെ സോളിഡ് ആണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം അത് പ്രോപ്പർ ചാനലിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസ് 3 years സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ റിട്ടയർഡ് ആൾക്കാരാണെങ്കിൽ അവർ എവിടെ നിന്ന് റിട്ടയർ ആണ്, അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സേ കാണിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ US ഇൻ്റർവ്യൂവിന് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. കാരണം നേരിട്ട് ഇൻ്റർവ്യൂവിന് പോകണം. നേരിട്ട് ചെന്ന് ഒരു 3 minute ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ഇൻ്റർവ്യൂ ആണ്. US ഇതുപോലത്തെ ഒരു ഡോക്യുമെൻറ്റ്സും കാണണ്ട. അവർക്ക് ആ വ്യക്തിയെ ഒന്ന് കാണണം, അവരോട് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോണത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ കുറച്ചുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും ഒക്കെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വയ്ക്കണം. അതായത് നമുക്ക് ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ടെന്നും നമുക്ക് നാട്ടിൽ നമുക്ക് അതിനുള്ള ആസ്തി ഉണ്ടെന്നും നമ്മൾ ഈ പോകുന്നത് ഒരു ടൂറിന് വേണ്ടി മാത്രം പോകണമെന്നേ അവർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അവർക്ക് ബാങ്ക് ബാലൻസ് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാനായിട്ടും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല, പക്ഷേ അത് കിട്ടാനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു വർഷത്തിൽ എല്ലാ മാസവും സാന്റോ മോണിക്കിന്ന് ടൂറുകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു യു യാത്രികർക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മന്ത് ഏതായിരിക്കും? അതും ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ കഴിയുന്നതോറും അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തൊരു വെക്കേഷൻ എന്നൊരു ടൈമായിരുന്നു. ഇപ്പോൾ ജനുവരി തൊട്ട് എടുക്കുകയാണെങ്കിൽ ജനുവരിയിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ തിരക്കുണ്ടാവും. അത് കഴിഞ്ഞ് ഏപ്രിൽ, മെയ് സമ്മർ വെക്കേഷൻ, പിന്നെ ഓണം, പൂജ, ക്രിസ്മസ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇയർ ദ റൗണ്ട് തിരക്കാണ്. എല്ലാവരും യാത്ര ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലും സീനിയർ സിറ്റിസൺസ് ആണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വെക്കേഷൻ്റെയോ സ്കൂളിൻ്റെയോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അവർക്ക് എനി ടൈം ദേ ക്യാൻ ട്രാവൽ. പിന്നെ ചില ആൾക്കാർ പെർട്ടിക്കുലർ ആയിട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് തിരക്ക് കുറഞ്ഞ സമയത്ത് പോകണം. ഒരു എക്സാമ്പിൾ സിംഗപ്പൂർ, മലേഷ്യ. പൊതുവേ അവിടെ ഒരു ജൂൺ, ജൂലൈ മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ചിൽ അങ്ങനത്തെ മാസങ്ങളിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ അവർ ആ സമയത്ത് പ്രിഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സീസണാലിറ്റി എന്നില്ല, എങ്കിലും
ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ മെയ് സമ്മർ സീസണാണ്. ആ സമയം മാത്രം നമുക്ക് 165 ഗ്രൂപ്പ്സ് ഈ പ്രാവശ്യം ഡിപ്പാർട്ട് ചെയ്യുന്നുണ്ട് ടു വേരിയസ് ഡെസ്റ്റിനേഷൻസ്. 193 രാജ്യങ്ങളിലേക്ക് പോകുന്ന വെതർ അനുസരിച്ച് പോകുമ്പോൾ മെജോറിറ്റിയും ഏപ്രിൽ തൊട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഡിപ്പാർച്ചർ എന്ന് പറയാൻ പറ്റില്ല, വീക്കിലി 2 ഡിപ്പാർച്ചർ വെച്ച് ചൈന പോകുന്നുണ്ട്. യൂറോപ്പ് ഏപ്രിൽ മെയിൽ മാത്രം 11 ഡിപ്പാർച്ചർ ഉണ്ട്. അത് തന്നെ സെൻട്രൽ, ഈസ്റ്റേൺ, വെസ്റ്റേൺ, സ്കാൻഡിനേവിയ, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇപ്പോൾ US-ലാണെങ്കിലും UK-ലാണെങ്കിലും കറൻസീസിൽ കുറേ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ സാന്റമോണിക്ക ട്രിപ്സിനത് പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ടോ? ബാധിച്ചു. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം യൂറോ, അതുപോലെ ബ്രിട്ടീഷ് പൗണ്ട്, US ഡോളർ, അതിന് കഴിഞ്ഞൊരു വർഷം നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഒരുപാട് ചേഞ്ച് വന്നുപോയി. ഇന്ത്യൻ ഇക്കോണമി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി എഗൻസ്റ്റ് യൂറോ ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ വന്നുപോയി. അത് നമ്മളെ ശരിക്കും ടൂറിനെ ബാധിച്ചു എന്ന് വെച്ചാൽ നമുക്കൊരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു തീരുമാനമുണ്ട്. വൺസ് ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ കറൻസി ഫ്ലക്ച്വേഷൻ അവരെ ബാധിക്കാതെ ടൂർ കൊണ്ടുപോകാന്നുള്ളത്. അപ്പം നമ്മളത് വഹിക്കണം. ശരിയാണ്, ഫ്യൂച്ചറിൽ നമുക്ക് അവരെ കിട്ടും. വി ഹാവ് ടു മാനേജ്, അല്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഓവർ ഓൾ ദീസ് എന്താ പറയുക എക്സസ് എമൗണ്ട്. അപ്പം അത് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ വർഷം അതായത് 93 റുപ്പീസ് ഉണ്ടായിരുന്നത് 105 റുപ്പീസിലേക്ക് യൂറോ മാറി. അപ്പോൾ അതൊരു വലിയൊരു ഫ്ലക്ച്വേഷൻ തന്നെയായിരുന്നു. പക്ഷെ അതിപ്പം ആളുകൾക്ക് അത് മനസ്സിലായി. ഇപ്പോൾ ഈ വർഷത്തെ പാക്കേജൊക്കെ നമ്മൾ ആ റേറ്റ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഫെർദർ വീണ്ടും കൂടിയാലും നമ്മളൊരിക്കലും ബുക്ക് ചെയ്ത ആൾക്കാരുടെ നമ്മളൊന്നും തന്നെ വാങ്ങില്ല. 2026 ഏതൊക്കെ പുതിയ സ്ഥലത്തിലേക്കാണ് സാന്റമോണിക്ക ടൂറുകൾ നടത്തുന്നത്? എല്ലാ വർഷവും പുതുമ നിറഞ്ഞ പാക്കേജുകൾ കൊണ്ടുപോകാറുണ്ട്. ഈ പ്രാവശ്യം ട്രൂലി സ്പീക്കിംഗ് നമ്മൾ ഒരുവിധം എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ നേരത്തേക്ക് സ്പെയിൻ, പോർച്ചുഗൽ, ജിബ്രാൾട്ടർ, മൊറോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ചെയ്തിരുന്നു. അപ്പം അന്നേരം മൊറോക്കോയിൽ അധികം നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി മൊറോക്കോ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് നമ്മൾ ഇറക്കുന്നുണ്ട്. പിന്നെ മംഗോളിയ നമ്മളിത് എക്സ്ക്ലൂസീവ് മംഗോളിയ ഇറക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കൊരു മെഡിറ്ററേനിയൻ ക്രൂസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാഴ്സലോണയിൽ നിന്നാണ്. എന്നിട്ട് അത് വെനിസിൽ അവസാനിക്കുന്ന ഒരു ക്രൂസ് ലൈനറാണ്. കാരണം ഇന്ന് ക്രൂസ് ലൈനർക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം ഈ ഷിപ്പിൽ യാത്ര ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പല റീജിയനിലേക്ക്, ഇപ്പം അലാസ്ക, പനാമ, അന്റാർട്ടിക്ക, ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, അപ്പോൾ എല്ലായിടത്തും ക്രൂസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പാക്കേജ് ഉണ്ട്. പിന്നെ ഒരെണ്ണം എന്താ പറയുക, ആഫ്രിക്കൻ സഫാരി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ക്ലൂസീവ്ലി ആഫ്രിക്ക. നേരത്തെ ഒരു സൗത്ത് ആഫ്രിക്ക മാത്രം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കെനിയ മാത്രം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇനി നമീബിയ, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, അതുപോലെ സൗത്ത് ആഫ്രിക്ക എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആഫ്രിക്കൻ പാക്കേജും സാന്റമോണിക്കയുടെ അടുത്ത് നിന്ന് റിലീസ് ആവുന്നുണ്ട്. 2025 ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ട്രിപ്പുകൾ നടത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? അതായത് ഒരു ടൂറിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോയിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ ടേക്കേഴ്സ് കൂടുതലും ചൈനയും യൂറോപ്പും ആയിരുന്നു. നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കൂടിക്കഴിഞ്ഞാൽ. പക്ഷെ അതിന് 2 ഘട്ടമായിട്ട് നമ്മൾ എടുക്കണം. അതിന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ലോങ് ഹോൾ, ഷോർട്ട് ഹോൾ എന്നാണ്. അപ്പോൾ ഈ ലോങ് ഹോൾ ആണ് ഇപ്പോൾ ഈ ചൈന ആയാലും യൂറോപ്പൊക്കെ ആയാലും. പക്ഷേ ഈ ഫാർ ഈസ്റ്റ് സെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ സെഗ്മെന്റ്സ് ഉണ്ട്. അതിന് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കൂടുതൽ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെയായിരുന്നു. കാരണം സിംഗപ്പൂർ, മലേഷ്യക്ക് എല്ലാ മന്തിലും 3 ഡിപ്പാർച്ചർ വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് ഒരു വർഷം ഏകദേശം 45 ഡിപ്പാർച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്പേഴ്സ് കൂടുതലായിരിക്കും. യൂറോപ്പ് ആസ് സച്ച് ഒരു ഡിമാൻഡ് വെച്ചിട്ട് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഇയർ ബൈ ഇയർ കൂടിക്കൊണ്ടിരിക്കുന്നത് ചൈനയും യൂറോപ്പും ആയിരുന്നു. ഇന്ത്യയിലേക്ക് ഒരുപാട് യാത്രികരെ ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാ വർഷവും നമ്മൾ ടുലിപ്സ് എന്ന് പറയുന്നത് വസന്തം വരുന്നുണ്ട്. മാർച്ച് എൻഡ് തൊട്ട് ഏപ്രിൽ മിഡ് വരെ കാശ്മീരിൽ. കഴിഞ്ഞ വർഷം ഞങ്ങളത് 19 ഡിപ്പാർച്ചർ കൺസിക്യൂട്ടീവ് ഡേയ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന വർഷവും അതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ലാസ്റ്റ് ഇയറിൽ 19 ഗ്രൂപ്പായിരുന്നു എവറി ഡേ ഡിപ്പാർച്ചറാണ് ഉണ്ടായിരുന്നത്. ലോകം ചുറ്റി കാണുക എന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ വെച്ച് സാർ എന്തായിരിക്കും പറയുന്നത്? ചെയ്യുന്നത് 2 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യത്തിൽ പറയാൻ പറ്റില്ല. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഞാനൊരു 14 വർഷത്തോളം ടൂർ ഗ്രൂപ്പുകളുടെ കൂടെ അക്കമ്പനി ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് ആളുകളുടെയൊക്കെ പൾസ് അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ടൂറിസ്റ്റിനടുത്ത് കസ്റ്റമേഴ്സ് ആയാലും ഗ്രൂപ്പ് ടൂർ ആയാലും ഞാൻ പറയുന്നത്, നമ്മളൊരിക്കലും ഒരു ടൂർ കോസ്റ്റിൻ്റെ പുറകെ മാത്രമായിട്ട് പോകരുത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ജപ്പാൻ ടൂറുണ്ട്. ജപ്പാൻ ടൂറിൽ ചെറി ബ്ലോസം വരുന്ന സമയമാണ്, ബ്ലൂം ചെയ്യുന്ന മാസമാണ് മാർച്ച് എൻഡ് തൊട്ട് ഏപ്രിൽ 10 വരെ. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 നൈറ്റുകൾ നമ്മൾ സ്റ്റേ ചെയ്യണം. ഇപ്പോൾ ടോക്കിയോ, ഹെക്കോണെ, ക്യോട്ടോ, ഒസാക്ക, ഹിരോഷിമ ഇതെല്ലാം കവർ ചെയ്ത് വരണമെങ്കിൽ ഒരു 8 നൈറ്റുകൾ നമുക്ക് വേണം. അപ്പോൾ ആ സെയിം സമയത്ത് ചിലപ്പോൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റർ ചിലപ്പോൾ 6 നൈറ്റ്സിൻ്റെ ഇറക്കുമ്പം ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ ബഡ്ജറ്റിന് എടുക്കാറുണ്ട്. ഞാൻ തെറ്റ് പറയില്ല, പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെങ്തി കുറച്ച് നൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പീക്ക് സീസണിൽ എന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് റഷ്. ചിലപ്പം ചെറി ബ്ലോസം ബ്ലൂം ചെയ്യുന്ന അവിടെ നമുക്ക് ചിലപ്പോൾ 10 മിനിറ്റ് കിട്ടുള്ളൂ, കാരണം അതിൽ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഷോർട്ട് ഡേയ്സ് ടൂർ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി ബഡ്ജറ്റ് കൊടുത്തിട്ട് ഒരു 8 നൈറ്റ്സിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് റിലാക്സേഷൻ കിട്ടും. ഈവൻ ദോ കുറച്ച് റഷ് വന്നാലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം ടെൻഷൻ ഇല്ലാണ്ട്. അതുപോലെ തന്നെ ഞാൻ ടൂർ എസ്കോർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ടൂർ അക്കമ്പനി ചെയ്യുന്ന സമയത്ത് ടൂറ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പം ഞാനായാലും ഒരു സാധനം മേടിക്കാൻ ഒരു മൊബൈൽ മേടിക്കാൻ പോകുമ്പോൾ കോസ്റ്റാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. സെയിം ടൈം ക്വാളിറ്റിയിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ 10 നൈറ്റ് പറ്റില്ലായിരുന്നു, ഒരു 12 നൈറ്റ്സും കൂടി ഉണ്ടെങ്കിൽ യൂറോപ്പ് ഒന്നും കൂടി കാണാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് നോക്കണം, ഉപരി നമുക്ക് എത്ര ദിവസത്തെ ടൂറാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നൊരു ചിന്ത വേണം. ഇപ്പോൾ കാശ്മീരിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ട്യൂലിപ്സിലേക്ക് ഈ പ്രാവശ്യം നമ്മൾ 15 ഡേയ്സിലാണ് ഡിപ്പാച്ചർ ബുക്ക് ചെയ്തിരിക്കണേ. മാർച്ച് 27 തൊട്ട് ഏപ്രിൽ 10 വരെ 5 നൈറ്റ് 6 ദിവസം. ഞങ്ങളുടേത് നമ്മളുടെ കോസ്റ്റിനെ കമ്പയർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ ബുക്ക് ചെയ്യുന്നില്ല, കാരണം അവർ 4 നൈറ്റ്സിൻ്റെ പുറകെയാണ്. അപ്പം നമ്മൾ 5 നൈറ്റ്സ് എടുക്കാൻ കാരണം ട്യൂലിപ്സിൻ്റെ സമയത്ത് ശ്രീനഗറിൽ മിക്കവാറും ഒക്കെ ട്യൂലിപ്സ് ഗാർഡൻ പാക്ഡ് ആയിരിക്കും, ജാം പാക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പം 15 മിനിറ്റേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് 5 നൈറ്റ് ഉണ്ട്, അപ്പോൾ ഒരു ഹാഫ് ഡേ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്ത് അത് കാണാം, ടെൻഷൻ വേണ്ട. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വൈസ് ഇതാണ്, നിങ്ങൾ ബഡ്ജറ്റ് നോക്കണം, സെയിം ടൈം ഒരു ടൂറിലേക്ക് പോകുമ്പോൾ ഒരു നൈറ്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കണം, അത് പ്രത്യേകം നോക്കണം എന്ന് പറയും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന വെതറാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെയാണ് ഇപ്പോൾ യൂറോപ്പ് ആയാലും ചൈന ആയാലും ഒക്കെ വെതർ ഉള്ളത്. അപ്പം നമുക്ക് തീരെ തണുപ്പ് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് തന്നെ പോകണം. അപ്പം തീരെ തണുപ്പ് ഇപ്പം നമുക്ക് വിന്റർ ടൈം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, ഇത് കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് വരും, അത് കഴിഞ്ഞ് സമ്മറിലേക്ക് വരും, പിന്നെ ഓട്ടം വരും, പിന്നെ വീണ്ടും വിന്റർ വരും. അപ്പം ഓരോന്നിനും ഓരോ പ്രകൃതിയാണ്. അപ്പം ഇതെല്ലാം നമ്മളുടെ ഒരു ട്രാവൽ, ഇപ്പം ഞങ്ങളിപ്പോൾ ട്രാവൽ എക്സിബിഷൻസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനിയും വരാണ്ട് 3-4 കൂടി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ ട്രാവൽ എക്സിബിഷൻസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തുന്നതെന്ന് വെച്ചാൽ നേരിട്ട് ആളുകൾക്ക് വന്നിട്ട് ഈ സംശയങ്ങളൊക്കെ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, നമ്മൾ ടൂറിനെ പറ്റി ആദ്യം അറിഞ്ഞുകൊണ്ട് എന്താണ് അവിടെ കാണാനുള്ളത്, നമ്മുടെ ടേസ്റ്റ് ആണോ എന്ന് അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ പ്രകൃതിയാണോ, ഷോപ്പിംഗ് ആണോ, അതൊരു ക്രൂസ് ലൈനറിൽ പോകുകയാണോ, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോകുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു സുഖകരമായിട്ട് വരിക. ഈ ഒരു വർഷം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവരോട് സാറിന് എന്ത് അഡ്വൈസാണ് പറയാനുള്ളത്? സാധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് സാധിക്കാത്തത്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ബഡ്ജറ്റ് ആയിരിക്കാം, അപ്പം ബഡ്ജറ്റിൽ ഒതുക്കിയിട്ടുള്ള പാക്കേജുകൾ നമ്മളുടെ കയ്യിലുണ്ട്. മറ്റൊന്ന് ലോങ് ഡേയ്സ്, ലെങ്തി ഡേയ്സ് വരുന്ന പാക്കേജ് എടുക്കാൻ പറ്റാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് ഷോർട്ട് പാക്കേജ് ഉണ്ട്. ഇപ്പോൾ പിന്നെ ചില സമയത്തൊക്കെ ചില ആൾക്കാർക്ക് അത്രയധികം ഫണ്ട് പറ്റില്ലെങ്കിൽ ഇപ്പം EMI ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ബാങ്കുകൾ EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വൈസുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ വേണ്ടി അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ സാന്റമോണിക്ക ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും യാത്ര പോകണം എന്നുള്ളതാണ്. ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ സാന്റമോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരു ദിവസം നിൽക്കുന്ന മാമലക്കണ്ടം എന്ന് പറഞ്ഞൊരു ഡിപ്പാച്ചർ ഉണ്ട്. അത് തൊട്ട് 25 ദിവസം വരെ അന്റാർട്ടിക്ക വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ടേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും പോകാം, അവരുടെ കയ്യിലൊതുങ്ങിയ ബഡ്ജറ്റ് പറ്റാവുന്ന സമയം വെച്ച് ടൂർ പോകാനുള്ള എല്ലാ പാക്കേജുകളും ഉണ്ട്. സാർ, നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫുൾ സാന്റമോണിക്കയാണ്. ഇന്നലെ കൂടെ ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ കളമശ്ശേരിയിൽ മെട്രോ സ്റ്റേഷൻ സാന്റമോണിക്ക എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഹോൾ ഡേ പാക്കേജിങ് അല്ലാതെ എന്തൊക്കെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്? സാന്റമോണിക്ക ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. നമുക്ക് സ്റ്റഡി അബ്രോഡ് ഉണ്ട്, പിള്ളേരെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നതുണ്ട്. പിന്നെ അതുകൂടാതെ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഭാഗമായിട്ട് തന്നെ ടിക്കറ്റിംഗ് ടു എനിവെയർ,
ഈ ലോകത്ത് എവിടെ പോകാനുള്ള ടിക്കറ്റിംഗ് നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കോർപ്പറേറ്റ് കമ്പനീസായിട്ട് ടൈപ്പാണ്. അപ്പോൾ അവരുടെ കോർപ്പറേറ്റ് ട്രാവൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ടിക്കറ്റിംഗ് ആണ്. പിന്നെ മാസീവ് സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് ഉണ്ട്. ഒരു വർഷം ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് പലയിടത്തും പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അതുപോലെ സ്പൗസ് പോകുന്നവർ, അങ്ങനെ ടിക്കറ്റിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ വിസ വേണ്ടാത്ത രാജ്യങ്ങൾ കുറവാണ് ഇന്ത്യൻസിന്. അപ്പം 193 രാജ്യങ്ങളിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലേക്കും വിസയും വേണം. അപ്പോൾ അവിടേക്കുള്ള വിസ സേവനങ്ങളൊക്കെ ചെയ്യാനും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ എന്നും അത്യാവശ്യം ഒരു ഇൻഷുറൻസ് ആണ്, ട്രാവൽ ഇൻഷുറൻസ്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. കേരളത്തിലെ ആളുകൾക്ക് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും സാന്റാ മോണിക്കയുടെ സേവനം നേരിട്ട് കിട്ടണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഗ്രേറ്റ് സർ, താങ്ക് യു സോ മച്ച് ടൈം ഫോർ യുവർ ടൈം. ഈ ഒരു വർഷം 2025 നിങ്ങളുടെ ബെസ്റ്റ് ഇയർ ആണെന്ന് പറഞ്ഞു. 2026 അതിലും ബെസ്റ്റ് ഇയർ ആവട്ടെ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളും കുറെ പേര് ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാനൊക്കെ. പ്ലാൻ ചെയ്യണം. ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു യാത്ര, ഒരു മനുഷ്യന് ഒരുപാട് ഊർജം കിട്ടുന്നു, അറിവ് കിട്ടുന്നു, അവർക്ക് വീണ്ടും യാത്രകൾ ചെയ്യുന്നു. അതെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഇവിടെ ഡെവലപ്മെന്റ് അത് ഉപയോഗിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.